ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2026 ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആകെ 8 മാർക്കിനാണ് ഈ ഒരു പാഠത്തിൽ നിന്നും കഴിഞ്ഞ SSLC എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. In which of the arithmetic sequences given below 37 is a term? ചുവടെ പറയുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് 37 ഒരു പദമാവുന്നത്? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 അരിത്മെറ്റിക് സീക്വൻസുകൾ അഥവാ സമാന്തര ശ്രേണികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലെ ടേം അഥവാ പദമാണ് 37 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പാഠത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ പാർട്ട് 2-ല് നമ്മളൊരു കാര്യം, ഒരു ചെറിയൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിൽ വളരെ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു തിയറമാണ്. പക്ഷെ ആ ഒരു തിയറം ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു എക്സാമും കടന്നു പോയിട്ടില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഏതാണ് ആ തിയറം? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കൊണ്ട് ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം നമ്മൾ ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശിഷ്ടം എന്താണോ അത് തന്നെയായിരിക്കും ആ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശിഷ്ടം. ഓക്കെ, അതായത് ഇപ്പൊ 4, 9, 14 എക്സെട്ര ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എത്രയാണോ ആ കോമൺ ഡിഫറൻസ് കൊണ്ട് 4-നെയും 9-നെയും 14-നെയും ഇനി അങ്ങനെ എത്ര ടേംസ് ഉണ്ടോ ഈ ടേംസിനെയൊക്കെ നമുക്ക് ആ ഒരു കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് അഥവാ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതാണ് നമ്മൾ പഠിച്ച തിയറം. ഈ തിയറം എവിടെയാണ് ഉപയോഗിക്കുക എന്നും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലെങ്കിൽ ഒരു പദമാണോ എന്ന് പറഞ്ഞ് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 37 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ 37 കുറച്ച് 4 അരിത്മെറ്റിക് സീക്വൻസുകൾ തന്നിട്ട് അതിലെ പദമാണോ എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക. ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസ് 4, 9, 14 എക്സെട്ര ഇതാണ് നമ്മുടെ ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഇതിലെ ടേംസ് അഥവാ പദങ്ങളെ ഹരിക്കുന്ന സമയത്ത് അഥവാ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 37-നെയും ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് സെയിം റിമൈൻഡേഴ്സ് ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 37 ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ D കൊണ്ടാണ് സൂചിപ്പിക്കുക. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. ഇവിടെ രണ്ടാം പദം 9 ആണ്, ആദ്യ പദം 4 ആണ്. 9-ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 5. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നമുക്ക് കിട്ടി. എത്രയാണ്? 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 5 കൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു ടേമിനെ ഹരിച്ച് നമുക്ക് എത്രയാണ് റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്നത് എന്ന് നോക്കണം. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കണം. ഞാൻ 9 ആണ് എടുക്കുന്നത്. കാരണം 5-നേക്കാൾ വലിയൊരു സംഖ്യയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അഥവാ ഹരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് 9 എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എടുത്തിട്ടും ഹരിച്ചു നോക്കാം. 9 ഹരിക്കണം 5. 9-ൽ എത്ര 5 ഉണ്ട്? 1. 1 ഗുണിക്കണം 5, 5. 9-ൽ നിന്നും 5 പോയാൽ എത്രയാ? 4. അതായത് ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അഥവാ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 4 ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 37 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ? അതിനെന്ത് ചെയ്താൽ മതി? 37-നെ നമുക്ക് ഈ 5 കൊണ്ട് തന്നെ ഹരിക്കുന്ന സമയത്ത് 4 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 37-നെ 5 കൊണ്ട് ഹരിച്ചു നോക്കാം. 3-ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 37-ൽ എത്ര 5 ഉണ്ട്? 7. 7 ഗുണിക്കണം 5, 35.
37 നിന്ന് 35 പോയാൽ 2. അതായത് 37നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാ? 2 അതായത് 4 അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 37 ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി. സീക്വൻസ് എന്താണ്? 7, 12, 17 എക്സെട്ര. ഇനി സെയിം സ്റ്റെപ്പ് തന്നെ. ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാം. എങ്ങനെയാണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. 12 - 7 എത്രയാണ്? 5. നേരത്തെ സീക്വൻസിന്റെ സെയിം കോമൺ ഡിഫറൻസ് തന്നെയാണ്, 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിനെ 5 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം തന്നെ എടുക്കാം. 7നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നു. 7ൽ എത്ര 5 ഉണ്ട്? 1. 1 ഗുണിക്കണം 5, 5. 7ൽ നിന്നും 5 പോയാൽ എത്രയാ? 2. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? 37നെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് പരിശോധിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 37നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ നമ്മളിവിടെ നേരത്തെ തന്നെ 37നെ 5 കൊണ്ട് ഹരിച്ച് വെച്ചിട്ടുണ്ട്. 37നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാ? 2 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേം അഥവാ പദത്തെയും കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടുക. ഇവിടെ നമുക്ക് 37നെ 5 കൊണ്ട് ഹരിച്ചപ്പോഴും റിമൈൻഡർ അഥവാ ശിഷ്ടം 2 കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 37 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അഥവാ പദമാണ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അതായത് ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബാക്കി ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 1 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് എത്ര പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് ഉത്തരം എഴുതി അത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which of the following is the algebraic form of the arithmetic sequence 6, 10, 14, etc. 6, 10, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. dn + f - d. ഇതാണ് ഇക്വേഷൻ. ഡി എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എഫ് എന്ന് പറയുന്നതോ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യം കാണുന്ന പദമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര ഇതാണ്. ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാ? 6 അല്ലേ? അതുകൊണ്ട് 6 എന്ന് എഴുതി. ഡി കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. അതായത് 10ൽ നിന്നും 6 കുറയ്ക്കുന്നു. 10ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാ? 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 6ഉം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4ഉമാണ്. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഡിന്റെ സ്ഥാനത്ത് എന്താണ് ഇട്ട് കൊടുക്കുക? 4. n അതുപോലെ എഴുതണം. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് എന്നിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കില്ല. n അതുപോലെ എഴുതണം. പ്ലസ് f എന്താണ്? 6 മൈനസ് d എന്താണ്? 4 ഈക്വൽ ടു 4n പ്ലസ് 6ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 2. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 എക്സെട്ര എന്ന ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 4n + 2. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. The 7th term of an arithmetic sequence is 100 and 11th term is 140. What is the 15th term of this sequence? What is the third term of this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 100ഉം 11ാം പദം 140ഉം ആകുന്നു. ഈ ശ്രേണിയിലെ 15ാം പദം എത്ര? ഈ ശ്രേണിയിലെ 3ാം പദം എത്ര? ഓക്കെ, നമുക്കറിയാം nth ടേം അഥവാ n-ാം പദം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ 2 ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ f + n - 1 × d.
അല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചോദ്യത്തിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഡയറക്റ്റ് ആയി തന്നിട്ടില്ല എങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആ ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസവും ആദ്യ പദവും തന്നിട്ടില്ല എങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും ഡയറക്റ്റ് ആയി തന്നിട്ടില്ല. ആദ്യം നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 15ാമത്തെ പദവും 3ാമത്തെ പദവും കണ്ടുപിടിക്കാനാണ്. അതായത് nth ടേമിന്റെ സ്ഥാനത്ത് 15th ടേമും 3rd ടേമും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും അറിയണം, അതുപോലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും അറിയണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 7ാം പദം 100 ആണ്, 11ാം പദം 140 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ചോദ്യങ്ങളും പിന്നെ ഈസി ആയിട്ട് ഉത്തരം എഴുതാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 7th ടേം അഥവാ 7ാം പദം 100 ആണ്. രണ്ടാമത്തെ ഡീറ്റെയിൽ എന്താണ്? 11th ടേം അഥവാ 11ാം പദം 140 ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി 7th ടേം 100 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റി എഴുതാൻ പോവാണ്. nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ചേഞ്ച് ചെയ്ത് എഴുതണം. അതായത് 7th ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് n മൈനസ് 1. n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ പദമാണോ അതാണ് n. ഇവിടെ 7ാമത്തെ പദമല്ലേ, അപ്പൊ n-ന്റെ സ്ഥാനത്ത് 7 മൈനസ് 1 ഇൻറ്റു ടി. എഫും ഡിയും നമുക്ക് അറിയാത്തത് കൊണ്ട് അതുപോലെ എഴുതുകയാണ്. ഈക്വൽ ടു 100. ഇതിൽ ഒന്നുകൂടെ ഷോർട്ട് ആക്കി നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 7ൽ നിന്ന് 1 പോയാൽ 6 ഡി ഈക്വൽ ടു 100. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് 11th ടേമിനെ കൂടെ മാറ്റി എഴുതണം. എഫ് പ്ലസ് n മൈനസ് 1ന്റെ സ്ഥാനത്ത് 11 മൈനസ് 1 ഡി ഈക്വൽ ടു 140. എഫ് പ്ലസ് 11ൽ നിന്ന് 1 പോയാൽ 10 ഡി ഈക്വൽ ടു 140. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയില്ലേ? എഫ് പ്ലസ് 6d ഈക്വൽ ടു 100, എഫ് പ്ലസ് 10d ഈക്വൽ ടു 140. ഈ രണ്ട് ഇക്വേഷൻസിന് നമുക്ക് നമ്പർ ഇടാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അതൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. എഫ് പ്ലസ് 10d ഈക്വൽ ടു 140 മൈനസ് എഫ് പ്ലസ് 6d ഈക്വൽ ടു 100. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എഫ് മൈനസ് എഫ് എന്തായി? 0 പ്ലസ് 10d മൈനസ് 6d എന്തായി? 4d ഈക്വൽ ടു 140 മൈനസ് 100 40 d ഈക്വൽ ടു 40 ഹരിക്കണം 4. അതായത് ഈ 4 ഗുണനമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണം 4. 40 ഹരിക്കണം 4 10. അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഈ ഒരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തപ്പോൾ അഥവാ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടി. എത്രയാണ്? 10. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിന് 10 എന്ന വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? എഫ് പ്ലസ് 6d ഈക്വൽ ടു 100. ഈ ഇക്വേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. എഫ് അതുപോലെ എഴുതി പ്ലസ് 6 ഇൻറ്റു ഡിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കാം 10 ഈക്വൽ ടു 100. എഫ് പ്ലസ് 6 ഇൻറ്റു 10 60
ഈക്വൽ ടു 100. അതായത് എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഈക്വൽ ടു ഈ പ്ലസ് 60 ഈ സൈഡിലേക്ക് വന്നാൽ 100 മൈനസ് 60 എത്രയാ 40. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 40 ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 10 ആണ്. എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ? ഏഴാമത്തെ പദം 100 ആണ്, 11ാമത്തെ പദം 140 ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ. അപ്പൊ നമ്മൾ ഏഴാമത്തെ പദം 100 എന്നതിന് നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം എഫ് പ്ലസ് 6d ഈക്വൽ ടു 100 എന്ന് എഴുതുന്നു. അതുപോലെ 11ാമത്തെ പദം 140 എന്നതിന് നമ്മൾ എഫ് പ്ലസ് 10d ഈക്വൽ ടു 140 എന്ന് രണ്ട് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ ഇക്വേഷൻ, അതായത് വലിയ സംഖ്യകളുള്ള ഇക്വേഷനിൽ നിന്നും ചെറിയ സംഖ്യയുള്ള ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു അഥവാ കുറയ്ക്കുന്നു. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 4d ഈക്വൽ ടു 40 എന്നൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്നും നമ്മൾ d കണ്ടുപിടിക്കുന്നു, അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഫ് അഥവാ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് രണ്ട് ഉത്തരങ്ങളും കണ്ടുപിടിച്ചൂടെ? ആദ്യത്തെ ചോദ്യം 15th ടേം അഥവാ 15ാം പദം കണ്ടുപിടിക്കാനാണ്. അപ്പൊ 15th ടേം ഈക്വൽ ടു ഇക്വേഷൻ എന്താ? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എഫ് എന്താ? 40 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 15ൽ നിന്ന് 1 പോയാൽ 14 ഗുണിക്കണം ഡി എന്ന് പറയുന്നത് 10 ഈക്വൽ ടു 40 പ്ലസ് 14 ഇൻറ്റു 10 140. 40ഉം 140ഉം കൂട്ടിക്കഴിഞ്ഞാൽ 180. ഇനി അതുപോലെ രണ്ടാമത്തെ ചോദ്യം കൂടെ കണ്ടുപിടിക്കണം. തേർഡ് ടേം അഥവാ മൂന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ടേം ഈക്വൽ ടു ഇക്വേഷൻ എന്താ? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് 40 ആണ്, പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 1 പോയാൽ 2 ഇൻറ്റു ഡി എത്രയാ? കോമൺ ഡിഫറൻസ് 10. ഇനി 40 പ്ലസ് 2 ഇൻറ്റു 10 20. 40ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 60. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 15ാം പദം 180 ആണ്, മൂന്നാം പദം 60 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Write the sequence of natural numbers which leaves a remainder 1 on division by 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്, അതായത് 1 മുതൽ വരുന്ന നമുക്ക് എണ്ണാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ് പറയുന്നത്. വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1 റിമൈൻഡർ കിട്ടുന്ന അഥവാ ശിഷ്ടം കിട്ടുന്ന, 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1 ശിഷ്ടം കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം 0 എപ്പോഴാണ് കിട്ടുക? 4ന്റെ മൾട്ടിപ്പിൾസ് അഥവാ 4ന്റെ ഗുണിതങ്ങൾ ഹരിക്കുന്ന സമയത്തല്ലേ? അതായത് ഇപ്പൊ 4നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? 8നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം 2 ആണ് കിട്ടുക, റിമൈൻഡർ 0 ആണ് കിട്ടുക. അതുപോലെ 12നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ശിഷ്ടം എത്രയായിരിക്കും? 0 ആണ്. കാരണം 12 ഹരിക്കണം 4 കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട് 3 അല്ലെ? അപ്പൊ നമുക്ക് ശിഷ്ടം 0. അതായത് 4ന്റെ മൾട്ടിപ്പിൾസുകളാണ് 4, 8, 12, 16. അപ്പൊ ഇവയൊക്കെ നമുക്ക് 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ട്രിക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ ഇവിടെ 0 കിട്ടിയില്ലേ? 0ത്തിന് ശേഷം വരുന്നത് 1, 2, 3, വീണ്ടും 1, 2, 3, 0. ഇനി ഇവിടെ 13, 14, 15, 16 ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വീണ്ടും 1, 2, 3, 0. ഈ ഒരു രീതിയിലാണ് അതിന്റെ റിമൈൻഡേഴ്സ് പോവുക. അതായത് 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 0 കിട്ടും, 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1, 6നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2, 7നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 3, 8നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 0, 9നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 1. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ അതായത് 0, 1, 2, 3, 0, 1, 2, 3, 0, 1, 2, 3 ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക? അതിന്റെ റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ എന്ത് ചെയ്യുക? പോവും. ഓക്കെ,
ഈ ഒരു രീതി ഉപയോഗിച്ച് ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 1 റിമൈൻഡർ കിട്ടുന്ന സംഖ്യകൾ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ ഈ 0ത്തിന്റെ പിന്നിലായിട്ട് എന്ത് വരും? നമുക്കറിയാം 0ത്തിന്റെ പിന്നിലായിട്ട് 3, 2, 1 ആണ്. അപ്പൊ നമ്മളിവിടെ 3, 2, 1. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 1നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 ആണ്, 2നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 ആണ്, 3നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 ആണ്, 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 ആണ്. അതുപോലെ 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പൊ ഇങ്ങനെയാണ് വരും 1, 2, 3, 0, 1, 2, 3, 0, 1, 2, 3, 0. ആ ഒരു രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 1, 1നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 അല്ലേ? പിന്നെ 5, 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 അല്ലേ? പിന്നെ 9, 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 അല്ലേ? ഇനി 13, 13നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി നമ്പർ 1, 5, 9, 13 എക്സെട്ര. അപ്പൊ ഇതാണ് ഉത്തരം. 1, 5, 9, 13 എക്സെട്ര. ഇതാണ് ആ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഈസ് ദിസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വൈ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ഓക്കെ, എങ്ങനെയാണ് നമുക്കറിയാം? നമ്മൾ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ശ്രേണി അഥവാ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് നമ്പേഴ്സിന് ജസ്റ്റ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ അതൊരു സീക്വൻസ് അഥവാ ശ്രേണിയായി. പക്ഷേ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആവണമെങ്കിൽ എന്ത് വേണം? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അടുത്തടുത്ത സംഖ്യകൾ 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം, 5ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം, 9ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? 5ൽ നിന്ന് 1 കുറച്ചാൽ മതി. എത്രയാ? 5ൽ നിന്ന് 1 പോയാൽ 4. ഇനി 5ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? 9ൽ നിന്നും 5 കുറച്ചാൽ മതി. എത്രയാ? 4. 9ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 13ൽ നിന്ന് 9 പോയാൽ 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാതും എത്രയാ? 4 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. കാരണമായിട്ട് എന്ത് പറയാം? ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് സെയിം. ഓക്കെ, അതായത് എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അപ്പൊ യെസ് എന്നാണ് ഉത്തരം. വൈ എന്ന് ചോദിച്ചതിന് നമ്മൾ എന്ത് ചെയ്യണം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ആർ സെയിം എന്ന് കൊടുക്കണം. മലയാളത്തിലാണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് എന്ന് പറയണം. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഗോട്ട് ബൈ ആഡിംഗ് 2 ടു ഈച്ച് ടേം ഓഫ് ദ എബോവ് സീക്വൻസ്. മുകളിൽ പറഞ്ഞ ശ്രേണിയിലെ ഓരോ പദത്തോടും 2 ചേർത്താൽ ലഭിക്കുന്ന ഗണിത ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അതായത് ഇപ്പൊ ഇവിടെ നമ്മളൊരു സീക്വൻസ് കണ്ടുപിടിച്ചല്ലോ, 1, 5, 9, 13 എക്സെട്ര. അപ്പൊ ഇതിലെ ഓരോ ടേംസ് അഥവാ ഓരോ പദത്തിനോടും 2 കൂട്ടിയിട്ട് മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം. 1നോട് 2 കൂട്ടിയാൽ 3, 5നോട് 2 കൂട്ടിയാൽ 7, 9നോട് 2 കൂട്ടിയാൽ 11, 13നോട് 2 കൂട്ടിയാൽ 15. അപ്പൊ നമ്മൾ ആ ഒരു സീക്വൻസ് എഴുതി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതണം. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. f എന്ന് പറയുന്നത് ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. അപ്പൊ ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, ഫസ്റ്റ് ടേമും നമുക്ക് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് 7ൽ നിന്നും 3 കുറച്ചാൽ മതി. 7 മൈനസ് 3 എത്രയാ? 4. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമോ 3, ആദ്യ പദം 3 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഡിന്റെ സ്ഥാനത്ത് 4n. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് n-ന് ഒരു വാല്യൂവും ഇട്ട് കൊടുക്കരുത്. പ്ലസ് f എത്രയാ? 3 മൈനസ് d 4 ഈക്വൽ ടു 4n പ്ലസ് 3ൽ നിന്നും 4 പോയാൽ എത്രയാ? -1. കാരണം ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ -1 ഈക്വൽ ടു 4n - 1, 4n - 1.
അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ് കിട്ടിയത്? 4n-1. ഇത്രയും ചോദ്യങ്ങളാണ് 2026 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക അഥവാ പ്രാക്ടീസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വീഡിയോയിൽ 2025 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങൾ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.